ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകൾ ഉൾപ്പെടെ ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിലാദ്യത്തേത് തെലുങ്കിൽ നിന്നും റീസെൻ്റ് തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററിൽ നിന്ന് വൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു മെക്കാനിക് റോക്കി. തിയേറ്ററിൽ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം തെലുങ്ക് ഭാഷയിൽ മാത്രമായിരുന്നു ആദ്യം OTT റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രം ആമസോൺ പ്രൈമിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഈ വർഷം ദീപാവലിക്ക് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമായിരുന്നു ബുൽബുലൈ 3. ഈ ചിത്രത്തിൻ്റെ HD പ്രിന്റ് കഴിഞ്ഞ ആഴ്ച ലീക്കാകപ്പെട്ടിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഡിസംബർ 27-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള ചിത്രമായിരുന്നു പാലും പഴവും. സൈനാപ്ലേ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ ചിത്രത്തിൻ്റെ കമിങ് സൂൺ പോസ്റ്റർ ഇതിനു മുമ്പ് തന്നെ വന്നിരുന്നു. ചിത്രം സൈനാപ്ലേയിലൂടെ 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് നെസ്ലിൻ നായകനായെത്തിയ ഏറ്റവും പുതിയ നെസ്ലിൻ മൂവിയായിരുന്നു ഐ ആം കാതലൻ. തിയേറ്ററിൽ ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. മനോരമ മാക്സിലൂടെ ഈ ചിത്രം ഡിസംബർ അവസാനത്തോടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് റീസെൻ്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി. തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ ചിത്രത്തിൻ്റെ HD പ്രിന്റ് കഴിഞ്ഞ ദിവസം ലീക്കാകപ്പെട്ടിരുന്നു. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ഇതുവരെയും ഒരു OTT പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയിട്ടില്ല. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഉടൻ തന്നെ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കുന്നതാണ്. ഈ മാസം അവസാനത്തോടെ തന്നെ ചിത്രം OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.